സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മമ്മൂട്ടി ആരാധകരും മലയാള സിനിമാ പ്രേക്ഷകരും ഇപ്പോൾ ഒരുപോലെ ഉറ്റുനോക്കുന്നത് മമ്മൂട്ടിയുടെ 400ാമത്തെ ചിത്രത്തിന് വേണ്ടിയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ മമ്മൂട്ടിയുടെ ഈ 400 എന്ന നമ്പറിന് വേണ്ടി മലയാള സിനിമയുടെ അണിയറയിൽ ഒരു മത്സരം തന്നെ നടക്കുന്നുണ്ട്. ആരായിരിക്കും ഈ ചിത്രം സംവിധാനം ചെയ്യുക? അപൂർവ നേട്ടത്തിനരികെ എത്തി നിൽക്കുമ്പോൾ ഒരു വമ്പൻ പ്രോജക്റ്റ് തിരഞ്ഞെടുക്കാനുള്ള ഉദ്ദേശത്തിലാണ് മമ്മൂട്ടി. ഇപ്പോൾ അജയ് വാസുദേവ് ചിത്രത്തിൻ്റെ തിരക്കിലാണ് അദ്ദേഹം. ഇത് മമ്മൂട്ടിയുടെ 397ാമത്തെ ചിത്രമായിരിക്കും. നേരത്തെ വൈശാഖിൻ്റെ സംവിധാനത്തിൽ രാജ 2 ആയിരിക്കും മമ്മൂട്ടിയുടെ 400ാമത്തെ പ്രോജക്റ്റ് എന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. പുലിമുരുകൻ്റെ വലിയ വിജയമാണ് വൈശാഖിന് നറുക്ക് വീഴാൻ കാരണം. എന്നാൽ ഇപ്പോൾ പല പേരുകളാണ് ഈ പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത്. അഞ്ജലി മേനോൻ്റെ തിരക്കഥയിൽ അൻവർ റഷീദ് നിർമ്മിക്കുന്ന ചിത്രമായിരിക്കും ഇതെന്നും ഇപ്പോൾ വാർത്തകളുണ്ട്. നേരത്തെ ഈ പ്രോജക്റ്റിൽ ഒരു പ്രധാന വേഷത്തിൽ ദുൽഖർ സൽമാനും എത്തുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ചിത്രം അമൽ നീരദോ അൻവർ റഷീദോ തന്നെ സംവിധാനം ചെയ്യുമെന്നും വാർത്തകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പറഞ്ഞു കേൾക്കുന്നത് ബിഗ് ബി 2ാം ഭാഗമായിരിക്കും മമ്മൂട്ടിയുടെ 400ാമത്തെ ചിത്രമെന്നാണ്. ബിലാലിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണത്രേ അമൽ നീരദ്. ബിഗ് ബി റിലീസ് ചെയ്ത് 10 വർഷം പിന്നിട്ട വേളയിൽ ചിത്രത്തെക്കുറിച്ച് അമൽ നീരദും വാചാലനായിരുന്നു. ബിലാൽ തിരിച്ചു വരാൻ ആരാധകർ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്ന് മമ്മൂട്ടിക്കും അമൽ നീരദിനും ഉത്തമ ബോധ്യമുണ്ട്. അങ്ങനെ വൈശാഖ്, അൻവർ റഷീദ്, അമൽ നീരദ് തുടങ്ങി 3 മുൻനിര സംവിധായകരാണ് മമ്മൂട്ടിയുടെ 400ാമത്തെ ചിത്രത്തിനു വേണ്ടി അണിയറയിൽ മത്സരിക്കുന്നത്. കാത്തിരിക്കാൻ തൻ്റെ കരിയറിൽ നാഴികക്കല്ലായി മാറാൻ പോകുന്ന പ്രോജക്റ്റിനായി മമ്മൂട്ടി ആരെ ചൂസ് ചെയ്യുമെന്നറിയാൻ. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക്